അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുവാൻ നമ്മളുടെ പെരുമാറ്റങ്ങളിലും സ്വഭാവങ്ങളിലും അള്ളാഹുവിന്റെ ദീൻ ആ മേഖലയിലും നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നതാണ് കഴിഞ്ഞ ഒരു 2 മാസത്തോളമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സുപരിചിതമായ ഹദീസ് നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിന്റെ ഒരു ആകത്തുകയാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തിയാകുന്നത്, പൂർണ്ണമാകുന്നത്, അഥവാ സ്വർഗപ്രവേശനത്തിന് അയാൾ പരിപൂർണനായി അർഹനാകുന്നത്, അഹ്സനുഹും ഖുലുഖ, അയാളുടെ ജീവിതത്തിൽ ആരാധനകളും അനുഷ്ഠാനങ്ങളും ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും ദീനിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം സ്വീകരിക്കപ്പെടാൻ ആവശ്യമായ സൽസ്വഭാവവും മാന്യമായ പെരുമാറ്റവും അയാളിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾ നല്ല ഒരു മുഅ്മിനായി മാറുക എന്ന പ്രവാചക വചനം നമ്മൾ ഈ പറഞ്ഞ ആശയത്തിന്റെ സംഗ്രഹമാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്ത അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ടല്ലോ. ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചാൽ എന്താണ് ലഭിക്കുക? ആ ഗുണങ്ങൾ ബോധപൂർവം നമ്മൾ പാലിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ എന്താണ് സംഭവിക്കുക? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അമിതമായ കോപമാകട്ടെ, ജീവിതത്തിൽ നമ്മളിൽ വരുന്ന അഹങ്കാരമാകട്ടെ, മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന അവജ്ഞയാകട്ടെ, മുസ്ലിമീങ്ങളായ ആളുകളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണകളാകട്ടെ, ഒട്ടേറെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ആയത്തും ഹദീസും ഒക്കെ ഉദ്ധരിച്ച്. ഈ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ അറിവ് ലഭിച്ചതിന് ശേഷം നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ എന്താണ് മെച്ചം? അതൊക്കെ നമ്മൾ അറിഞ്ഞാലും തൽക്കാലം ഏതായാലും 10-55 കൊല്ലം 60 കൊല്ലം ഇങ്ങനെയൊക്കെ പോയില്ലേ, ഇനി തൽക്കാലം ഇവിടെ വെച്ച് ഞാൻ ഏതായാലും മാറാൻ തയ്യാറല്ല, എന്തൊക്കെ ആയത്തും ഹദീസും കേട്ടാലും എന്ന് തീരുമാനിച്ചാൽ എന്താണ് നഷ്ടം? ഒന്നാമത്തേത് നമ്മൾക്കറിയാം, പരലോകമാണ് പ്രധാനം. പരലോകത്തെ നഷ്ടവും പരലോകത്തെ സ്വർഗവും പരലോകത്തെ നരകവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അവിടെ അവസാനിക്കണില്ല. രണ്ടാമത്തൊരു കാര്യമുണ്ട്, ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന് മരിച്ചതിന് ശേഷമാണെങ്കിൽ
രണ്ടാമത്തേത് ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. അതെന്താണ്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വാക്കുദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞുതരാണ്. നമ്മുടെ മനസ്സിൽ ഇതുണ്ടാകണം. നമ്മൾ ജനങ്ങളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാണ് അള്ളാഹു നമ്മളോടുള്ള സമീപനം സ്വീകരിക്കുക. ഒന്നുകൂടി പറയാണ്, നമ്മൾ നമ്മളുടെ ജനങ്ങളോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ സമീപനം നമ്മളോടും അതുപോലെ തന്നെയായിരിക്കും. നമ്മൾ ആളുകളോട് മാന്യമായിട്ടാണോ പെരുമാറുക എങ്കിൽ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഖളാ, പടച്ചവൻ നമ്മളോട് എടുക്കുന്ന സമീപനവും അതേ മാന്യതയുണ്ടായിരിക്കും. നമ്മൾ ജനങ്ങളോട് മോശമായിട്ടാണോ പെരുമാറുന്നത് എങ്കിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിലും പടച്ചവന്റെ സമീപനം അതേ മോശത്തിലായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു പറഞ്ഞു, ലാ യശ്കുറുല്ലാഹ് മൻ ലാ യശ്കുറുന്നാസ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട് അള്ളാഹ് നന്ദി കാണിക്കൂല. ഇതൊരു പൊതു തത്വമാണ്. ഒരു വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലും ആളുകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനോട് അള്ളാഹ് നന്നായി പെരുമാറും. ആളുകളോട് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ എന്നാണ് തീരുമാനെങ്കിൽ അയാളുടെ വിധിയിലും പടച്ചോൻ അങ്ങനെ തന്നെയാ വിധിക്കുക. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാവുകയും വേണം. സ്വർഗത്തിൽ സ്വല്ല സ്വഭാവമുള്ളവനാണ് സ്വർഗം ലഭിക്കുക എന്നത് മാത്രമല്ല, സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ ദുനിയാവിൽ പടച്ചോനോടുള്ള ബന്ധവും നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ അള്ളാഹിനോട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണ കാര്യം എന്താണ്? അള്ളാഹുവേ എന്റെ പാപങ്ങൾ പൊറുക്കേണേ നല്ല സോങ്ങളെ. നമ്മളെല്ലാവരും അള്ളാഹിന്റെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ് ഇഗ്ഫിർലി യാ അല്ലാഹ്, അള്ളാഹുവേ നീ എന്റെ പാപങ്ങൾ പൊറുക്കണമേ. അസ്തഗ്ഫിറുല്ലാഹ്. ഇപ്പൊ ജുമാക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിനെ പ്രാർത്ഥിക്കും, പടച്ചോനെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധം പൊറുക്കണമേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷം ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നമ്മൾ റമദാൻ വരുമ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ അള്ളാഹുവേ എന്റെ പാപങ്ങൾ പൊറുക്കണമേ എന്ന്. സോളെ ആ പാപങ്ങൾ പൊറുക്കണമേ എന്ന് അള്ളാഹുവിന്റെ തേടുമ്പം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ട്? പടച്ചോനെ അറിഞ്ഞു അറിയാതെയും രഹസ്യവും പരസ്യവും, പടച്ചോനെ നാട്ടുകാരെങ്ങാനും അറിഞ്ഞാൽ അപമാനിതനാകുന്ന പാപങ്ങളടക്കം എത്രയോ പാപങ്ങളുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ബോധ്യപ്പെട്ടിട്ട് വീണ്ടും ചെയ്ത പാപങ്ങളുണ്ട്, അറിവില്ലാത്ത സമയത്ത് ചെയ്തതുണ്ട്, സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പടച്ചോനെ പുറത്തു തരണമേന്നല്ല സോങ്ങളെ. അള്ളാഹു പുറത്തരൂലേ? ഉറപ്പായിട്ടും പുറത്തരും ഇൻഷാ അല്ലാഹ്. കാരണം അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു വദൂദാണ്, ഗാഫിറു ദംബാണ്. പടച്ചോൻ ഇതൊക്കെ നമുക്ക് പറഞ്ഞാണ്, ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅാനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും, പുറത്തരും. പക്ഷെ ആ പുറത്തു തരും എന്ന് അള്ളാഹ് പറഞ്ഞപ്പം എന്തെങ്കിലും ഒരു കണ്ടീഷൻ അള്ളാഹ് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്താ കണ്ടീഷൻ എന്നറിയോ? വൽയഅഫു ഫൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. ഇതാണ് കണ്ടീഷൻ. നമ്മുടെ മുഴുവൻ പാപം അള്ളാഹ് പുറത്തരും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ 50 കൊല്ലത്തെ പാപം അള്ളാഹ് പൊറുക്കും. നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് സംഭവിച്ച അബദ്ധങ്ങൾ അള്ളാഹു ഇൻഷാ അല്ലാഹ് പൊറുക്കും. ഒരു പാപം പോലും ഇല്ലാത്തവനായി പരലോകത്ത് അള്ളാഹ് നമ്മൾ കൊണ്ടുവരും, എന്നിട്ട് സ്വർഗം നൽകും ഇൻഷാ അല്ലാഹ്. പക്ഷെ അതിന് അള്ളാഹ് വെച്ച കണ്ടീഷൻ എന്താ അറിയോ? വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. എന്താ ബാക്കെന്ന് അർത്ഥം നടത്തുന്നേ? അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപം പൊറുത്തു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതേ പടച്ചോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എങ്കിൽ വൽയഅഫു വൽയസ്ഫഹു, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കും നിങ്ങൾ പൊറുത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇതാണ് കണ്ടീഷൻ. ഇതാ കണ്ടീഷൻ. നമ്മളോട് പാപങ്ങൾ ചെയ്തവരോട് നമ്മൾ പൊറുക്കുന്നുണ്ടോ? അള്ളാഹ് പൊറുത്തരും. നമ്മളുടെ കൂടെയുള്ളവരോട് നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുന്നുണ്ടോ? അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്തരും. നമ്മുടെ കൂടെയുള്ള ആളുകളോട് സാരല്ല, പോട്ടെ, മനുഷ്യന്മാരല്ലേ, അറിയാതെ സംഭവിക്കുക, അല്ലെങ്കിൽ പോട്ടെ, ഓനെപ്പോലെ ഞാൻ ആകാൻ പാടില്ലല്ലോ എന്നാണ് നമ്മുടെ തീരുമാനം. അതുപോലെ അള്ളാഹ് നമ്മുടെ മുഴുവൻ പാപം ഇൻഷാ അല്ലാഹ് പൊറുത്തരും. അതിനു പകരം ഞാൻ പൊറുക്കൂല, പൊറുക്കുന്നു വിചാരിച്ച് ജീവിക്കണ്ട, ഞാൻ പുറത്തുനിന്നിട്ട് ഈ അജ്ജും പുറക്കും പോകുന്ന വിചാരിക്കണ്ട, ഞാൻ പുറത്തുനിന്നിട്ട് എന്റെ മയ്യത്ത് കാണണമെന്ന് വിചാരിക്കണ്ട, പൊറുക്കൂല ഞാൻ, സഹിക്കൂല ഞാൻ, വിട്ടുവീഴ്ചയില്ല ഞാൻ. അതിനൊരു മൗലവിന്റെ പേരേക്ക് മദ്യം പറയാൻ വേണ്ടി വരണ്ട, അതിനേക്കാളും വലിയ മൗലവിമാരായത്തീശം ഞാൻ കേട്ടുകണ് എന്നാണ് നമ്മുടെ നിലപാട്. ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? ഇങ്ങനെ പറയുന്നവന് ഈ നാട്ടിൽ വല്ല അവാർഡും കൊടുക്കണ്ടോ? ആർക്കാ നഷ്ടം? അള്ളാഹ് പറഞ്ഞു നിനക്ക് മാത്രം നഷ്ടം.
നമുക്ക് മാത്രം നഷ്ടം. നമ്മൾ അങ്ങനെ പറയുന്നുണ്ടോ? നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കൂല. ഇത്രയേ ഉള്ളൂ. ജനങ്ങളുമായിട്ട് നിങ്ങൾ പാപം പൊറുത്തുന്നില്ലെങ്കിൽ, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നമ്മൾ ചെയ്യണില്ലെങ്കിൽ, പടച്ചോനോട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് തേടുന്നതിൽ അർത്ഥമില്ല. ഇതാണ് സ്വഭാവവും സ്വർഗവും തമ്മിൽ ബന്ധം. ഇതാണ് സ്വഭാവവും പടച്ചോനും നമ്മളുടെ ബന്ധം. നമ്മൾക്ക് നരകത്തിൽ പോകുന്നു മാത്രമല്ല, ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പാപവും പടച്ചോൻ പൊറുക്കാതെ ബാക്കിയാകും. അതുകൊണ്ടാണ് മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ഞാനിതാ എന്നോട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് എന്നിരിക്കുന്നു, എനിക്കും നിങ്ങൾ പുറത്തു തരണം. സഹാബാക്കൾ ഈ ആയത്ത് കേട്ടിട്ട് കിലോമീറ്ററുകളും മൈലുകളും സന്ദർശിച്ച് തെറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പുറത്തെടുത്തിട്ടില്ലേ, അയാളെ മനസ്സിൽ ഇപ്പോഴും എന്നെ പറ്റി അബദ്ധധാരണ ഉണ്ടോ, ഞാൻ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് 1-2 ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ പോയി കണ്ട് കൈകൾ കൊടുത്ത് ഞാൻ പുറത്തു നിൽക്കണിട്ടോ, ഞാൻ പൊറുക്കാത്തതിന്റെ പേരിൽ എന്റെ പാപം പരലോകത്ത് ഉണ്ടാകരുതിട്ടോ എന്ന് പറഞ്ഞ സഹാബാക്കളുടെ ചരിത്രം കാണാം. സഹോദരങ്ങളെ, നമ്മൾ എവിടെയാ നിൽക്കണ്? ഞാൻ പറഞ്ഞ ഞാനും നിങ്ങൾ എവിടെയാ നിൽക്കണറിയോ? നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കുന്നത് റബ്ബി ഗഫർലി, നമ്മൾ പ്രാർത്ഥിക്കുന്ന അർത്ഥം അറിയണം. വലി വാലിദയ്യ വ ജമീഉൽ മുഅ്മിനീൻ, പടച്ചോനെ ഇന്റെ പാപം, നമ്മുടെ പാപം ഏതൊക്കെ? 10 പാപം എന്നാണ് സോങ്ങളെ? 10 പാപം എന്നാണോ? 100 പാപം എന്നാണ്? അല്ല സോങ്ങളെ, പടച്ചോനെ അന്തം വന്ന അന്ന് മുതൽ ഈ കണ്ണോണ്ട് കണ്ട മുഴുവൻ പാപവും, ബോധമുണ്ടായത് മുതൽ ഞാൻ ഈ ചെവിയിലൂടെ കേട്ടതിൽ വെച്ച പാപം, എന്റെ ലൈംഗികാവയവം കൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾ, എന്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾ, എന്റെ നാവ് കൊണ്ട് ഞാൻ വന്നിട്ടുള്ള എന്തൊക്കെ തെറ്റുണ്ടോ അത് മുഴുവനും. 1 കൊല്ലത്തതാണോ 1 ആഴ്ചത്തതാണോ? അല്ല, പടച്ചോനെ എനിക്ക് ഏത് പ്രായം മുതലാണോ വിചാരണ, അന്ന് മുതൽ ഇത്രയും വരെയുള്ള 50, 20, 30 കൊല്ലം അതിൽ തന്നെ ആവർത്തിച്ച് പറഞ്ഞത്, റമളാനിൽ തൗബ ചെയ്തിട്ട് വീണ്ടും വന്നത്, ഇനി ചെയ്യൂലാൻ തീരുമാനിച്ചിട്ട് വീണ്ടും ആവർത്തിച്ചത്, വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ, ആവർത്തിക്കപ്പെടുന്ന പാപങ്ങൾ, ഇതൊക്കെ അയിലോ എന്റേത് കഴിഞ്ഞില്ല. വലി വാലിദയ്യ, പടച്ചോനെന്റെ വാപ്പിമ്മി ഖബർ കിടക്കാൻ അവരുടെ പാപം, ഇന്റെ മക്കളെ പാപം, ഇന്റെ അമ്മാന്റെ പാപം, ഇന്റെ ഭാര്യന്റെ എന്റെ ഇക്കാക്കാന്റെ പാപം, ഇതൊക്കെ അല്ലാഹ് നീ പുറത്തു തരയണമേ. അല്ലാഹ് എന്താ പറഞ്ഞത്? അള്ളാന്റെ വാക്കെന്താ? ഞാൻ പുറത്തു തരുവടാ, ഞാൻ പുറത്തു തരും, ഒരു സംശയവും വേണ്ട. ഞാൻ നിന്റെ പാപവും പൊറുക്കും, പശ്ചാത്താപം സ്വീകരിക്കും. ഖൽബുൻ സലീമായി പൂർണ്ണ ഹൃദയമുള്ള ശുദ്ധ ഹൃദയമുള്ള ആളായി സ്വർഗത്ത് പ്രവേശിപ്പിക്കും. ഒറ്റ കാര്യം, നീ എന്നോട് പൊറുക്കാൻ പറഞ്ഞത് 50 കൊല്ലത്തെ 20 കൊല്ലത്തെ 30 കൊല്ലത്തെ ആയിരക്കണക്കിന് പാപാണ്. സലാം പറയാത്ത, കല്യാണത്തിന് ക്ഷണിക്കാത്ത, മഹല്ലിൽ ഒരുമിച്ച് നിയമിച്ചിട്ട് ഒരു സ്വപ്പിൽ നിൽക്കാത്ത, ക്ഷണിച്ചാ പോകാത്ത, അകന്ന് ജീവിക്കണ നിങ്ങൾക്കിടയിൽ 50 തെറ്റ് സംഭവിച്ചിട്ടില്ലല്ലോ? ഇല്ല. 20 സംഭവിച്ചിട്ടില്ലല്ലോ, 10 സംഭവിച്ചിട്ടല്ലേ. ആ 10 പുറത്തു കൊടുത്താൽ നിന്റെ 10 കൊല്ലത്തേത് ഞാൻ പുറത്തു തരും. ഇതാണ് പടച്ചോൻ വെച്ച കണ്ടീഷൻ. അതിന് റെഡിയല്ലേ? ആർക്കാ നട്ടം? ബുദ്ധിയുള്ള ഒരു ഈമാനുള്ള ഒരാളാണ് ചെയ്യുന്നത്. ആർക്കാ നട്ടം? നമ്മളെ വാപ്പാക്കൊരു നട്ടമുണ്ടോ? നമ്മളിങ്ങനെ പൊറുക്കണ്ടടാ എന്ന് പറഞ്ഞ ചങ്ങായിമാർക്ക് നട്ടുണ്ടോ? നമുക്ക് മാത്രം. അല്ലാഹ് പൊറുക്കും എന്ന് പറഞ്ഞു. പൊറുക്കാനായി ലബ്ബൈക യാ അബ്ദി, നീ എന്നോട് തേടിക്കോളൂ, ഞാൻ പൊറുക്കാൻ റെഡിയാന്ന് അല്ലാഹ് പറഞ്ഞ് കാത്തിക്ക. പക്ഷെ നമ്മൾക്ക് വേണ്ടാന്ന് നമ്മളാണ് തീരുമാനിക്കുക. കിബിറുണ്ട്, നമ്മുടെ ഈഗോ കൊണ്ട് നമ്മൾ പറയാം അങ്ങനെ പൊറുക്കണ്ട, ഓരോട് മിണ്ടിയിട്ട് കിട്ടണ സ്വർഗൻക്ക് വേണ്ട, ഓളോട് തെറ്റിയിട്ട് നരകം കിട്ടണം, ഈ തൽക്കാലത്തെ നരകം ഞാൻ സഹിച്ചോണ്ട് ആ കേസ് ഞാൻ വിട്ടതാ, ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞോളി, ആ കേസുമായിട്ട് നിങ്ങൾ എന്റെ വളപ്പക്ക് ചവിട്ടണ്ട. പടച്ചോൻ റെഡി ആയിക്കുക, നമ്മൾ പറയാം വേണ്ട. ആരതാ നമ്മളെ പ്രശ്നം? നമ്മളതാ പ്രശ്നം, നമ്മളാ മാറണ്ട. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ പോകും എന്ന് ഉറപ്പുള്ള ആളെ നിങ്ങൾക്ക് കാണിച്ചു തരണോ? സഹാബാക്കൾ വെച്ചു, അങ്ങനെ ഉണ്ട് നബി പറഞ്ഞ വ്യക്തിനെ ചൂണ്ടിക്കാണിച്ചല്ല. കുല്ലു ഉതുല്ലിൻ ജബ്ബാലിൻ മുസ്തക്ബിരിൻ, കീപ്പറായിട്ട് നടക്കുക, പൊറുക്കൂലടാ, സൈക്കൂലടാ, ആനങ്ങൂലടാ, ഇങ്ങോട്ട് കയറണ്ടടാ, കീപ്പറായിട്ട് നടക്കുക. ഇങ്ങോട്ടോ സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ബാക്കിയുള്ളവർക്ക് അടങ്ങേറുണ്ടാക്കുക. സഹോദരങ്ങളെ, പെടരുത്, നമ്മളിൽ പെടരുത്. വീണ്ടും ഇതൊക്കെ ഇത്രയും 2 മാസത്തോളം ഞാനും നമ്മളും ഒരുമിച്ച് ഖുത്ബ ഇസ്ലാമിന്റെ ദീൻ കേൾക്കണമെന്നുകൊണ്ടറിയോ?
അത് നമ്മുടെ ദുനിയാവും പരലോകം രക്ഷപ്പെടാനാണ്. നമ്മുടെ പാപം പൊറുത്തിട്ടില്ലെങ്കിൽ കുറ്റവാളിയായിട്ട് പരലോകത്ത് വരും. നമ്മൾ പൊറുക്കപ്പെടാത്ത എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം നമ്മൾ അള്ളാഹു പൊറുക്കൂല. അതുകൊണ്ട് പൊറുക്കണം. രണ്ടോ, കഴിഞ്ഞ ദിവസങ്ങളെ നമുക്ക് പാപമോചനത്തിന് വേണ്ടി മാത്രമൊന്നല്ല, നമ്മൾ ഓരോ ആസാമിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ ബേജാറാകാൻ, വയനാട് ഉരുൾപൊട്ടുണ്ടാകുമ്പോൾ നമ്മൾ ബേജാറാകാൻ, ഗൾഫിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ ബേജാറാകാൻ, റഷ്യയും ഉക്രൈനും യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ ബേജാറാകാൻ, നമ്മളെ മക്കൾ കാനഡയിലും ബാക്കിലോടത്തും പഠിക്കും പഠിച്ചോനെ അവിടെ വല്ല ഭൂമിക്കുൽക്കുണ്ടാകുമ്പോൾ നമ്മൾ ബേജാറാകാൻ. അവിടൊക്കെ നമ്മൾ അള്ളാണ്ട് പ്രാർത്ഥിക്കണം. എന്താ അറിയോ? പഠിച്ചോനെ അള്ളാഹുവെ നിന്റെ കാരുണ്യം ഉണ്ടാണെന്നാതാ. പഠിച്ചോനെ നിന്റെ കാരുണ്യമില്ലെങ്കിൽ ആരോഗ്യമല്ല, നിന്റെ കാരുണ്യമില്ലെങ്കിൽ ഇപ്പോഴീ പൈസ അല്ല, നിന്റെ കാരുണ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വീടില്ല, നിന്റെ കാരുണ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് മക്കളില്ല, നിന്റെ കാരുണ്യമില്ലെങ്കിൽ എന്തിനേറെ പഠിച്ചോനെ ഹിദായത്ത് ഇസ്ലാമിൽ പോലും നിൽക്കാൻ കഴിയില്ല, നിന്റെ കാരുണ്യമില്ലെങ്കിൽ സ്വർഗം പോലും ഇല്ല. നബി പറഞ്ഞില്ലേ, റസൂൽ പറഞ്ഞില്ലേ, എന്റെ അമലോണ്ട് സ്വർഗത്ത് പോകാൻ കഴിയില്ല. ഇല്ല അൻ യതഗമ്മദിനി അല്ലാഹു മിൻഹു ബിറഹ്മത്തി. പടച്ചോന്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗം വരെ കിട്ടുള്ളൂ. മക്കള്, കുടുംബം, വീട്, ആരോഗ്യം, സമ്പത്ത് ഒക്കെ പടച്ചോന്റെ കാരുണ്യം കൊണ്ടേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ പ്രാർത്ഥിക്കണം, ഇർഹംനി യാ അല്ലാഹ്, പടച്ചോനെ കാരുണ്യം ചൊരിയണമേ. തുമ്മിയ വരെ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയാ? യർഹംകുമുല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് ഉണ്ടാകട്ടടാ. കാരണം പടച്ചോന്റെ റഹ്മത്ത് ഉണ്ടെങ്കിലേ പള്ളിക്കൊക്കെ വരാൻ കഴിയുള്ളൂ, നിൽക്കാൻ കഴിയുള്ളൂ, കിടക്കാൻ കഴിയുള്ളൂ, മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയുള്ളൂ, മക്കളെ കാണാൻ കഴിയുള്ളൂ, പൈസ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ബുദ്ധി പോയാൽ, രക്തം പുറത്തേക്ക് വന്നാൽ, ബ്ലഡ് പുറത്തേക്ക് വന്നാൽ, അവനാന്റെ ശരീരത്തിൽ പുതിയൊരു മുഴയുണ്ടായാൽ, നടക്കിനോടത്ത് ബാലൻസ് തെറ്റിയാൽ, പറയുന്നത് തിരിയാതെന്നാൽ, പടച്ചോനെ ഇതുവരെ നീ കാത്തു, റഹ്മാനെ നിന്റെ കാരുണ്യം കൊണ്ടാണ്. നമ്മൾ അല്ലാണ്ട് എന്താ പറയുന്നത്? ആ കാരുണ്യം നീ എനിക്ക് നൽകണമേന്നല്ലേ? അള്ളാന്റെ വാക്കെന്താ അറിയോ? ഞാൻ റഹ്മാനുമാണ്, റഹീമുമാണ്, ആ കാരുണ്യം ഞാൻ നിലനിർത്തി തരും, ഒരു സംശയമല്ല. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? എന്താ കണ്ടീഷൻ? ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. നിന്റെ കൂടെയുള്ളവരോട് നീ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മളോടും കാരുണ്യം കാണിക്കും. എത്ര ലളിതാ പടച്ചോൻ പറഞ്ഞു. ഇന്നോടെന്താ പറഞ്ഞു നമ്മളോട്? എടാ ഈ ഭർത്താവല്ലേ, വാപ്പല്ലേ, അന്റെ ഭാര്യക്കും അന്റെ കുട്ടിയാക്കും നീ സന്തോഷം കൊടുത്താൽ നിനക്ക് ഞാൻ സന്തോഷം തരും. ഓൾക്ക് ഇടങ്ങേറ് കൊടുത്താൽ നിനക്കും ഇടങ്ങേറേക്കാരം. ഇടങ്ങേറുന്ന പൈസ ഒന്നല്ല, പൈസ ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവില്ല. പൈസ ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവില്ല. എന്താണെന്നറിയാത്തൊരു സ്വസ്ഥത, അസ്വസ്ഥത ഉണ്ടല്ലോ, അത് നെഞ്ചത്ത് കൂടെ അങ്ങനെ വരും. നമ്മളോട് പറയാൻ, നമ്മൾ മഹലിൽ ജീവിക്കല്ലേ, നിന്റെ അയൽവാസിയും നിന്റെ കുടുംബക്കാരോടും നീ നല്ലപോലെ നിന്നാൽ അള്ളാഹു നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയും. ഓരോട് നീ രണ്ടാമത്തിനും മൂന്നാമത്തിനും ഒച്ചുണ്ടാക്കണേ ആൾക്കാർ വരുമ്പോഴേക്കും പൂത്താപ്പന്നു, എളാപ്പന്നു, മൂപ്പര് വന്നു, മുണ്ടാതൊക്കെ നല്ലത്. നമ്മളെ പേടിച്ചിട്ടാണ് ജീവിക്കണമെങ്കിൽ അതേ ജീവിതത്തിലെ പ്രയാസം അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കി, അതേ പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ പടച്ചോനുണ്ടാക്കും. ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ വാക്കെന്തറിയോ? വല്ലദീ നഫ്സി ബിയദിഹി, അള്ളയാണേ സത്യം. നമ്മൾ കേൾക്കേണ്ടതാണ്. നമ്മുടെ സ്വഭാവം നമ്മുടെ വിധിയായി മാറുന്നു. ഇതറിയണം നമ്മള്. എന്താ ഇപ്പൊ ഞാൻ അങ്ങനെ ആയാൽ അങ്ങനെയാണ്, ഞാൻ അടക്കട്ടെ പറയാ. ഞാൻ എന്റെ കുട്ടിയോട് എന്താ അറിയോ? ബാപ്പയായി ഞാൻ തൽക്കാലം ഒരു 10-55 കൊല്ലപ്പം ഇങ്ങനെ ആയില്ലേ, ഞാൻ മാറാൻ ഏതാണ് ഉദ്ദേശിക്കില്ല. ഇന്നൊക്കെ വേണം നിങ്ങൾ മാറിക്കോയെന്ന് അറിയില്ലേ? സോളെ ഇന്റെ സ്വഭാവമാണ് ഇന്റെ വിധിയായിട്ട് വരിക. റസൂലുള്ളാഹിന്റെ വാക്കാണ് വല്ലദീ നഫ്സി ബിയദിഹി, അള്ളയാണേ സത്യം. ലാ യലഉല്ലാഹു റഹ്മത്തഹു, പടച്ചോൻ ഒരു വീട്ടിലേക്ക്, ഒരു വ്യക്തിയിലേക്ക്, ഒരു മൗലവിയിലേക്ക്, ഒരു പണ്ഡിതനിലേക്ക്, ഒരു ബാപ്പയിലേക്ക്, ഒരു ഉമ്മയിലേക്ക്, ഒരു കുട്ടിയിലേക്ക് അള്ളാഹു റഹ്മത്ത് കൊടുക്കൂല ഇല്ലാ അലാ റഹീം. അയാൾ മറ്റുള്ളവരോട് കാരുണ്യത്തോടുകൂടി പെരുമാറുമ്പോഴല്ലാതെ. അപ്പൊ നമ്മളെ കൂടെയുള്ള ആൾക്കാര് നമ്മളെ പറ്റി എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? അയാൾ നല്ലൊരാളാണ്, അയാൾക്ക് സത്യത്തിൽ ചെറുപ്പങ്ങളൊക്കെ ദേഷ്യമൊക്കെയുണ്ടെങ്കിലും അയാൾ മാന്യമായിട്ട് പെരുമാറുന്ന വ്യക്തിയാണ്, അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് സന്തോഷമാണ്, അയാളുടെ അയലോക്കക്കാരനായി എനിക്ക് റാഹത്താണ്, അയാളുടെ ഒരു കാര്യത്തിൽ കൊണ്ടുപോയി പ്രശ്നമൊന്നുമില്ല. തിരിച്ച് ഇന്നെപ്പറ്റി നമ്മളെ പറ്റി പറയാണ്. ചെറിയ ചെറിയ കാര്യം കിട്ടിയാൽ മതി, അവിടെ ഒച്ചുണ്ടാക്കി, അവിടെ ബഹളുണ്ടാക്കി, ചെറുതിനെ വലുതാക്കി, വീട്ടിൽ ആരെങ്കിലും തോർത്തുമുണ്ടെന്ന് അറിയാതെ അവനാന്റെ തോർത്തുമുണ്ട് തിരുമ്പിയിട്ട് ഉണക്കാൻ വേണ്ടി ഒന്ന് കുടഞ്ഞാൽ മതി, അതിന്റെ വെള്ളം തട്ടുമ്പോത്തിനും ഒച്ച. ചെറിയ ഗ്ലാസ്സിൽ നിന്ന് ചെറിയ കുട്ടിന്റെ കൈ തട്ടിയിട്ട് ഗ്ലാസ് താഴ്ത്തി വീണ അതിനൊച്ച. വേലക്കാരി എന്തെങ്കിലും വെക്കണ ഭാഗത്തുനിന്ന് ചെറിയ മാറിയ അതിനൊച്ച. പത്രങ്ങാനും ഇടുന്നിടത്തുനിന്ന് ചെറുതി
365 ദിവസം ശരിക്കും വീണ് ഏതെങ്കിലും ദിവസം അപ്പുറത്ത് വീണ അതിനൊച്ച, എല്ലാത്തിനും ഒച്ച. അവനാന്റെ ചെരുപ്പം ആരെങ്കിലും, എന്നല്ല എപ്പോഴെങ്കിലും അവനാന്റെ ചെരുപ്പം ആരെങ്കിലും ചവിട്ടുമ്പോഴേക്കും ചവിട്ടിയോനോടൊച്ച. വണ്ടിന്റെ മുന്നിൽ ആരെങ്കിലും അറിയാതെ കൊണ്ട് നിർത്തിയാൽ ഒച്ചയോടൊച്ച, ദേഷ്യം. എന്താ പ്രശ്നം അറിയോ? നമ്മളെന്താ ഇതിന് ഉത്തരം കണ്ടെത്തിക്കണം അറിയോ? ഞാൻ അങ്ങനെയാണ്, ഇത്രയും കാലം എങ്ങനെയാണ്. അള്ളാന്റെ വാക്ക്, ഞാനും അങ്ങനെയേ ആകുള്ളൂ. ജീവിതത്തിൽ സമാധാനം തരൂല പടച്ചോൻ, സ്വസ്ഥത തരൂല. കുട്ടിന്റെ കല്യാണം മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ പങ്കെടുക്കുന്ന കല്യാണാക്കി നടത്തും. അവിടുന്ന് ഇങ്ങനെ ഇടക്കിടക്ക് പോകുമ്പോൾ ഇങ്ങനെ വരും, സമാധാനം അത് തരൂല. എന്റെ വാക്കല്ല, ഞാൻ ഇന്നടക്ക ഉൾപ്പെടുത്തിയിട്ട് പറയണ്, പടച്ചോൻ നമ്മുടെ മേൽ വിധിക്കുന്ന പലതും ശരിക്ക് ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഒറ്റക്കിരുന്ന് പടച്ചോൻ നമ്മുടെ മേൽ വിധിക്കുന്ന പലതും നമ്മൾ മുമ്പെപ്പോഴോ പലരോടും ചെയ്തു വെച്ചതിന്റെ ബാക്കിയാകാം. തിരുത്താൻ നമ്മളെ റെഡിയാണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കൂടി പറയാ. പ്രവാചകന്റെ വാക്ക് എന്തറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, നമ്മൾ മല്ലാ യർഹം ലാ യുർഹം, കാരുണ്യം കാണിക്കാത്തവനോട് അള്ളയും കാരുണ്യം കാണിക്കൂല. ജനങ്ങളോട് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ പഠിച്ചു. അല്ലാത്തൊരു ദീനില്ല. ഞാൻ അങ്ങനെ എല്ലാരേക്കൊന്നും മാറി നാട്ടാരൊക്കെ വെറുപ്പിക്കുക, കുടുംബക്കാരൊക്കെ വെറുപ്പിക്കുക. എന്നിട്ട് ഞാൻ വെറും വസ്ത്രത്തിൽ മാത്രം ദീന്, പള്ളിക്ക് ഇങ്ങനെ വരിക, പള്ളിന്റെ സൈഡിൽ നിന്ന് ദുആ ചെയ്യുക, ഹിഫ്ള് ഇങ്ങനെ ഉള്ളു ഗാനാപാഠം പഠിക്കുക, എന്നിട്ട് ഖുർആൻ ക്ലാസ്സിൽ പോവുക, ദീനീ പ്രവർത്തനം നടത്തുക, വേഷവിധാനം ഇസ്ലാമും ഇത് മാത്രം. അതിനൊക്കെ ഇസ്ലാമിൽ പുണ്യം കേട്ടോ, പുണ്യല്ല എന്നല്ല, ഭക്തിയാണ്, ഒരു സംശയമല്ല. പക്ഷെ അങ്ങനെ മാത്രമുള്ള രീതി ഉണ്ടല്ലോ, ബാപ്പില്ല, എളാപ്പിയില്ല, മൂത്താപ്പിയില്ല, അയലോക്കാരനോട് നോക്കണ്ട, നാട്ടുകാർ നോക്കണ്ട, അങ്ങനത്തെ ദീൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ദീൻ അള്ളാന്റെ കിതാബിലില്ല. നാട്ടുകാരോടും കുടുംബക്കാരോടും അയൽവാസികളോടും അവനാന്റെ കുടുംബക്കാരോടും മാന്യായിട്ട് പെരുമാറുണ്ടോ, അതും ദീനാണ്, ഇതും ദീനാണ്. ഒരുമിച്ച് കൊണ്ടുനടക്കണം. ഒറ്റ ഹദീത്ത് കൂടി ഉദ്ധരിച്ചാൽ ആശയം മനസ്സിലാവും. വിശാലമായി പറയേണ്ട വിഷയമാണ്. ഒറ്റ ഹദീത്ത് കൂടി, സുപരിചിതമായ ഹദീസ്, പ്രവാചകന്റെ വാക്കാട്ടോ. മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുറബൻ യൗമിൽ ഖിയാമ. ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ, ഒരു മനുഷ്യന്റെ പ്രയാസം ദുനിയാവെന്ന് നീക്കിയാൽ അവന്റെ പ്രയാസം അല്ലാഹ് നീക്കും. എപ്പോ? ദുനിയാവെന്ന് മറ്റൊരാളെ പ്രയാസം നീക്കുമോ? കഴിഞ്ഞില്ല. 4 കാര്യം ഹദീസിൽ പറയുന്നത്. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ ഫിദ്ദുനിയ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. അവനാന്റെ കൂടെയുള്ള ആൾക്കാർക്ക് സാരല്ല എന്ന് വെച്ചു, പോട്ടേന്ന് വെച്ചു. നമ്മളേക്കൊരു 50,000 രൂപ കടം വാങ്ങി, ഓൻ പരമാവധി പറ്റിക്കണോന്നല്ല കേട്ടോ, പറ്റിക്കണോന്നല്ല, ഓനെ കൊണ്ട് കഴിഞ്ഞ മരിങ്ങ തന്നു. അവസാനം ഒരു 5 ഉറുപ്പിയും കൂടി ഉണ്ട്, സാരല്ലടാ എന്ന് വെച്ചു. വെക്കാൻ കഴിയണോ വെക്കാൻ കഴിയണോ വെച്ചു. നമ്മളെ വീട്ടിന്റെ അയലക്കത്തോന്റെ കല്യാണം, അവിടെ ഇങ്ങനെ പന്തലിട്ടാൻ സൗകര്യമില്ല. ഇപ്പുറത്ത് ഇങ്ങനെ കെട്ടുമ്പോൾ ആൾക്കാരാണ്, എടാ ഇവിടെ വെച്ചാ പിന്നെ സ്ഥിരം എന്റെ പറമ്പിൽ തന്നെ കല്യാണം വെക്കുക, എനിക്കത് ഇറങ്ങേറുണ്ടാവും. സാരല്ല, അയലോക്കാരനല്ലേ എന്ന് വെച്ചു. അവിടെ ഒഴിഞ്ഞൊരു പറമ്പ് അടക്കാണ്, കുട്ടികൾക്ക് പന്തളിക്കണി കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് 4 ആൾക്കാർ പറയും, എടാ പന്തളിച്ചുണ്ടല്ലോ ഒക്കെ പറയും. സാരല്ല, കുട്ടികളല്ലേ, നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ അല്ലേനോ. ഗ്രൗണ്ട് കൊടുത്തു, എളുപ്പാക്കി കൊടുത്തു. അവനാന്റെ സ്റ്റാഫില് 1-2 ആൾക്കാർ മഴയായി പെട്ടെന്ന് വൈകിയ വന്നപ്പോ നേരം വൈകി, സ്ട്രിക്റ്റ് ആക്കിയിരുന്നു, പഞ്ചെയ്യണ സാധനം. സാരല്ല, എപ്പോഴെങ്കിലും അല്ലേ, സാരല്ലട അഞ്ഞ് വൈകിട്ടോ, എളുപ്പാക്കി കൊടുത്തു. എങ്കിൽ അവൻ അള്ളാഹു പരലോകത്തെ വിചാരണ എളുപ്പമാക്കും. അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ പടച്ചോൻ താങ്ങായി നിൽക്കും. അവനിൽ വരുന്ന വിധിയെയും പടച്ചോൻ എളുപ്പാക്കും. എപ്പോൾ സങ്ങളെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് എളുപ്പാക്കി കൊടുക്കുമ്പം, കൂടെയുള്ള സഹപ്രവർത്തകർക്ക് എളുപ്പമാക്കി കൊടുക്കുമ്പം, കൂടെ ജീവിക്കുന്ന പച്ച മനുഷ്യന്മാരുടെ മാന്യായിട്ട് പെരുമാറുമ്പം. അതുകൊണ്ടാണ് അങ്ങാടി കൂടെ നബി ഇങ്ങനെ പോകുമ്പോഴേ കൃഷിപ്പണിയെടുക്കണ സാധു സഹാബിനെ കണ്ടപ്പോ നബി ഇങ്ങനെ വിളിച്ചു, കയ്യമ്മങ്ങനെ തൊട്ടുനോക്കി, തഴമ്പിങ്ങനെ കണ്ടു, പ്രവാചകനെ കൈ ഇങ്ങനെ പിടിച്ചു. ചളിയോടുകൂടി നിൽക്കുന്ന സഹാബിനെ നബി ഇങ്ങനെ ചേർത്തിട്ട് പറഞ്ഞു, അള്ളഹാനോട് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നബിന്റെ വാക്കാണ്, അള്ളഹാനോട് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബിയെ നിങ്ങളോട് ഞാനല്ല അങ്ങോട്ട് പറയേണ്ടത്. അല്ല, അധ്വാനിക്കുന്ന കൈകളിൽ തഴമ്പുള്ളവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിന്റെ അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ട് കളി കണ്ട് നബിയെ കണ്ടപ്പോ ഓടിയെന്നപ്പം കുട്ടിയെ പിടിച്ച് ഉമ്മ വെച്ചിട്ട് നബി പറഞ്ഞു, നബിക്ക് വേണ്ടി കുട്ടി പ്രാർത്ഥിക്കൂലേ? നബിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കണ്ടേ? സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ നബി അങ്ങനെ പറഞ്ഞത്? കുട്ടികൾ പാപം ചെയ്യാത്തവരാണ്, നിങ്ങൾ ശുദ്ധപ്രകൃതക്കാരാണ്, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും.
നബിന്റെ കുട്ടി നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ് മനുഷ്യന്മാരെങ്ങനെ പെരുമാറുന്നത്. മനുഷ്യന്മാരെങ്ങനെ പെരുമാറുന്നത്. ഒരു മനുഷ്യൻ, ഒരു സഹാബി സ്വന്തം കഴുതയെ അടിക്കണ കണ്ടപ്പം സ്വന്തം കുട്ടിയോട് മോശമായി പെരുമാറണ്ടപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്തറിയോ? അന്റെ കുട്ടിയായതുകൊണ്ടേക്കാരല്ല എങ്ങനെ ചെയ്യണത്, അന്റെ കഴുതയായതുകൊണ്ടേക്കാരല്ല എങ്ങനെ ചെയ്യണത്, എങ്കിൽ നീ അതിന്റെ യജമാനൻ എന്നുള്ള നിലയിലല്ലേ കാണിക്കണത്. നിനക്കൊരു യജമാനൻ ഉണ്ടാവട്ടോ, ഇതേപോലെ ചെയ്യട്ടോ. ഇതേപോലെ കഴുതന്റെ പുറത്തെ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ഇങ്ങനെ അടയാളം വെച്ചപ്പോ നബി പറഞ്ഞ വാക്കാണ്, പ്രവാചകന്റെ വാക്കല്ല. അടിച്ചവനും, ഏത് അനാവശ്യമായി അവനാന്റെ ദേശം തീർക്കാൻ വേണ്ടി അടിച്ചവനും ശരീരത്തിൽ ഇരുമ്പ് പഴുപ്പിച്ച് വെച്ചവനും പടച്ചോൻ അതുപോലെ വെക്കും കേട്ടോ. പടച്ചോന്റെ ശാപം ഉണ്ടാവട്ടോ. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കണം. എന്താ അറിയോ? കൂടെയുള്ളവരോട് നമ്മൾ എങ്ങനെ, അങ്ങനെ അള്ളാഹ് കൂടെയുള്ളവരോട് മാന്യനാണോ, അള്ളാഹു നമ്മൾക്ക് വിധിയും മാന്യമായിരിക്കും. കൂടെയുള്ളവരെ വെറുപ്പിക്കുന്നതാണോ, എന്ത് കാരണം ഉണ്ടായിക്കോട്ടെ, അള്ളാഹു നമ്മുടെ ജീവിതം വെറുപ്പിച്ച് കയ്യെത്തരും. അത് പടച്ചോന്റെ പ്രഖ്യാപനാണ്. ആളുകളെ സഹായിക്കുന്നതിന് നബിന്റെ വാക്കെന്താ അറിയോ? ഇതേ വാക്ക് അള്ളാഹ് പറഞ്ഞത്, വല്ലാഹു പടച്ചോൻ ഫീ ഔനിൽ അബ്ദി, ഒരാളെ സഹായിച്ചു കൊണ്ടിരിക്കും. നമ്മളെ സഹായിക്കും എപ്പോ? മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ. നമ്മളെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട കുട്ടി വരുമ്പോഴേ, സാധുവായൊരു മനുഷ്യൻ വരുമ്പോഴേ, യത്തീമ് വരുമ്പോഴേ, വിധവ വരുമ്പോഴേ, കട്ടപ്പട്ടണം വരുമ്പോഴേ കയ്യിലുള്ള എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, നമ്മളെ വണ്ടി കയറ്റി കൊണ്ടുപോകുകയാണെങ്കിൽ, ഫുഡ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ, നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യണമെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വരി നോക്കിയിട്ടോ, എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലാത്തോണ്ടാട്ടോ, നല്ല വാക്കെങ്കിലും പറഞ്ഞാൽ പടച്ചോൻ നമ്മളെ സഹായിക്കും. അതിന് പകരം എല്ലാവർക്കും പാടെ പേര് അത് പള്ളി കമ്മിറ്റിന്റെ ഓഫീസല്ല, എല്ലാവർക്കും പാടെ എടുത്തുകൊടുക്കാതെ റിസർവ് ബാങ്കിന്റെ പെട്ടിയല്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഒഴിവാക്കുമല്ലോ, അപ്പൊ രണ്ടാൾക്കാർ ചിരിക്കാനൊക്കെ ഉണ്ടാവും. സഹോദരങ്ങളെ, അവനാൻ പൈസ ഇല്ലാതെ ആശുപത്രിന്റെ ICUന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കൊണ്ട അവസരം ഉണ്ടാവും. പടച്ചോൻ അപ്പം മനസ്സിലാക്കി തരും. ഒരാളെ സഹായിച്ചിരുന്നെങ്കിൽ നമുക്ക് എത്ര അനുഭവമില്ല സഹോദരങ്ങളെ. പ്രയാസഘട്ടത്തിൽ ആരൊക്കെയോ വന്ന് നമ്മളെ സഹായിച്ചത്, പ്രതിസന്ധി ഘട്ടത്തിൽ ആരൊക്കെയോ വന്ന് സഹായിച്ചത്. ഒരു ബാത്റൂമിലേക്ക് പോകാൻ ബാത്റൂം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച സമയമല്ലേ? വണ്ടിണ്ട്, പൈസ ഉണ്ട്, പക്ഷെ ഒന്ന് മലമൂത്ര വിസർജനം നടത്താൻ ടോയ്ലറ്റ് തെരഞ്ഞ് നമ്മൾ ഇടങ്ങേറായിട്ടില്ലേ? ആ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത രൂപത്തിൽ സഹായം കിട്ടുന്നത് പള്ളിക്കെന്നിറങ്ങുമ്പോൾ കൊടുത്ത സ്വതക്കൊണ്ടേക്കാരം, പാവപ്പെട്ട ഒരു മനുഷ്യന് കൊടുത്ത ദാനം കൊണ്ടേക്കാരം, ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി നമ്മൾ നടത്തിയ ദുആ കൊണ്ടേക്കാരം. സഹോദരൻ, അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുക, കൂടെയുള്ളവരോട് മാന്യമായി പെരുമാറുക, എല്ലാവരോടും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഇഷ്ടത്തിലും സ്നേഹത്തിലും പെരുമാറുമ്പോൾ അള്ളാഹുവിന്റെ വിധിയും അങ്ങനെ ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളോടും ഒക്കെ ഈ പറഞ്ഞ കാര്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാണ്. ഈ നമ്മൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ഞാനടക്കാട്ടോ പറയണേ, നമ്മളൊക്കെ വാപ്പാരാണല്ലോ, ഉമ്മാരും ഉണ്ടാവും. നമ്മൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കറിയോ? നമ്മളിപ്പോ ഈ പറയുന്ന ന്യായമൊക്കെ അല്ലേ, ഏത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ സംഗതി ഇല്ലേ, ഏതായാലും ഇതുവരെ ഇതൊക്കെ നമ്മക്ക് പ്രായമായി ആശുപത്രിയിലോ ബെഡിലോ പെരിയിലോ, പ്രത്യേകിച്ച് നമ്മൾ അവശരാകണ സമയത്ത് മക്കളിലൂടെയും പേരക്കുട്ടികളിലൂടെയും പടച്ചോ ശരിക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി തരും നമ്മൾ മുമ്പ് എന്തേനുള്ളത്. മക്കളിലൂടെയും പേരക്കുട്ടികളിലൂടെയും ശരിക്ക് പടച്ചോ നമുക്ക് പ്രായമാകുമ്പോഴോ അവശരായി കിടക്കുമ്പോഴോ പരസഹായം ആവശ്യമുള്ള സമയത്തോ പടച്ചോ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അന്ന് നമുക്ക് മനസ്സിലാവും. എന്താ അറിയോ? നമ്മളെ വാപ്പാണ്ടും പാടും നാട്ടാട് എങ്ങനെ വർത്താനം പറഞ്ഞത്. അന്ന് നമ്മൾ ചിലപ്പം നമ്മളെ കുട്ടീനോട് എടാ അങ്ങനെ ചെയ്തൂടെ അന്ന് പറഞ്ഞിട്ട് നമ്മൾ നെഞ്ചത്ത് കൂടെ ചോരങ്ങനെ ഒലിക്കും. അന്ന് നമ്മൾ പറഞ്ഞ അതേ വർത്താനം എൻ്റെ ഒക്കെ കേൾക്കും. എന്താ അറിയോ? ഞാൻ പിന്നെ ആളോ ആരാ നോക്കൂല, പറയാനുള്ള കണ്ണും മുട്ടിയാൻ മോത്ത് നോക്കി പറയും. ഇതൊക്കെ അങ്ങനെ നമ്മൾ 45 വയസ്സിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? ആ വാക്ക് മകൻ നമ്മുടെ മോത്ത് നോക്കി പറയുമ്പോ നമുക്ക് ആലോചിക്കും,
പടച്ചോനെ 45-ാം വയസ്സിൽ ഞാൻ പറഞ്ഞതാണല്ലോ ഇപ്പൊ എനിക്ക് കിട്ടണത്. അത് നമുക്ക് അള്ളാഹ് ബോധ്യപ്പെടുത്തി തരും. ഇതാണ് പടച്ചോന്റെ വിധി എന്ന് പറഞ്ഞാൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വിഷയത്തിൽ പറഞ്ഞ ഹദീസുകൾ മാത്രം എഴുതിയാൽ ഒരു 50ന്റെ മുകളിൽ ഹദീസ് ഉണ്ടാവും. ഇതിങ്ങനെ നബി പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം. നിങ്ങൾ കാരുണ്യം കാണിച്ചില്ലേ, ഞമ്മക്ക് അള്ളാന്റെ കാരുണ്യം കിട്ടൂല. മൻ വാറല്ലാഹു ബിഹി. നമ്മൾ ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ടോ, അള്ളാഹ് നമ്മൾ ഉപദ്രവിക്കും. നബിന്റെ ഹദീസ, വഹിയാണ്. അള്ളാഹ് പറഞ്ഞു കൊടുത്തതാ നബിക്ക്. ഇത് പറഞ്ഞു കൊടുക്കും മനുഷ്യന്മാരോട്. മൻ ശാഖ ശാഖല്ലാഹു അലൈഹി. ആൾക്കാർക്ക് അടങ്ങേറാക്കുണ്ടോ? എന്റെ കൂടെ അങ്ങനെ ജീവിക്കുമ്പോ എന്റെ പെണ്ണുങ്ങൾക്ക് എന്താണ് ഒരു സമാധാന സ്വസ്ഥയും കിട്ടില്ല. എങ്കിൽ അള്ളാഹ് പറയാണ്, എടാ ഈ എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും അല്ലെങ്കിൽ ഭാര്യമാരെ നിങ്ങൾ ഭർത്താവിന്റെ ബാപ്പാനോടും ഉമ്മാണ്ടും വിളച്ചാടും മുത്തച്ചാടും അയലക്കാടും ഇങ്ങനെ പെരുമാറുമ്പോ ഞമ്മക്കെന്തോ സംഭവമായിട്ട് തോന്നില്ലേ? ആ സംഭവം നമ്മക്കേ തോന്നുള്ളൂ. ഉറങ്ങാനുള്ള സമ്മതിക്കൂല. കച്ചവടം ഒരു ഭാഗത്ത് ഇങ്ങനാവും, ലാഭം കിട്ടിയെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ സമാധാനത്തിൽ കുറച്ചു കാലം പോകുമ്പോഴത്തേന് ഒരു ഭാഗത്ത് കുട്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അതിങ്ങനെ ആവുമ്പോഴത്തേന് അടുത്ത പ്രശ്നം ഉണ്ടാവും. ഇതിങ്ങോട്ട് കണ്ട് സമാധാനത്തിൽ ഒരു സ്വസ്ഥതയിലും ജീവിക്കാനുള്ള സമ്മതിക്കൂല. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കണ്ടറിയോ? ദീനിന്ന് പോകല്ല. പടച്ചോൻ എന്റെ സംസാരത്തിലോ എന്റെ പെരുമാറ്റത്തിലോ ആൾക്കാരുടെ പുറത്തു കൊടുക്കുന്ന വിഷയത്തിലോ എന്തെങ്കിലും പടച്ചോനെ അബദ്ധം പറ്റിക്കണോ എന്ന് ആലോചിക്കണോടത്ത് ഈമാൻ വരും. അവിടെ അള്ളാഹ് കൂടക്കും. അവിടെ അള്ളാഹ് കൂടക്കും. അവിടെയാണ് പടച്ചോൻ നമ്മളൊപ്പം ഉണ്ടാകുക. ആ മാറ്റമാണ് നമ്മൾ ഇത്രയും ഖുത്ബകൾ 2 മാസത്തോളം നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവം നമ്മുടെ സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്നതോടൊപ്പം തന്നെ നമ്മുടെ ദുനിയാവിൽ പടച്ചോൻ നമ്മൾക്ക് നൽകുന്ന വിധിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന ബോധ്യം കൂടി ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥാ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥാ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളുടെ സ്വഭാവത്തിൽ ഞങ്ങളുടെ പെരുമാറ്റത്തിൽ ഏറ്റവും നല്ല മാതൃകയുള്ള വ്യക്തിത്വമായി മാറാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. റഹ്മാനെ, അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് നാഥ. അതെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, അള്ളാഹുവെ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. റഹ്മാനായ നാഥാ നീ അവർക്കെല്ലാം അനുഗ്രഹങ്ങൾ നൽകണമേ. റഹ്മാനെ, ഗൾഫ് നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ റഹ്മാനായ നാഥ അവർക്കെല്ലാം അവരുടെ ജോലികളിലും വരുമാനങ്ങളിലും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ എല്ലാവരുടെയും വരുമാനങ്ങളിൽ ഹലാലായ വർധനവും അതിൽ ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു ലോകത്ത് അവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. റഹ്മാനെ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار